ആത്മീയ ഭോജ്യത്തിൽ നാം ദൈവ കരുണയെക്കുറിച്ചുള്ള ധ്യാനം തുടരുകയാണ്. ഈ ആഴ്ച മുഴുവൻ നമ്മൾ ദൈവകരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ആ കരുണയുടെ നൊവേനയിൽ പങ്കുചേർന്ന് നമുക്കും ലോകം മുഴുവനും ദൈവകരുണ ലഭിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മൾ ധ്യാനിക്കുന്നത് ദൈവകരുണയുടെ വ്യാപ്തിയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ വചനം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവകരുണയുടെ വ്യാപ്തി. അതുപോലെ തന്നെ 2-3 വിശുദ്ധരെക്കുറിച്ച് അല്ലെങ്കിൽ ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. വിശുദ്ധ മഗ്ദലന മറിയം ഒരു കാലത്ത് 7 അശുദ്ധാത്മാക്കളെയാണ് അവളിൽ നിന്ന് ഒഴിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ നന്മ എന്ന് പറയുന്നത് തൊട്ടു തേച്ചിട്ടില്ലാത്ത വ്യക്തിയെ പോലെ ജീവിച്ചൊരു വ്യക്തി. പിന്നീട് നമ്മൾ കാണുകയാണ് അവൾക്ക് ദൈവത്തോട് ഈ ജീവന് തുല്യം പ്രണയമായി. മരിക്കാൻ പോലും സന്നദ്ധയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ മഗ്ദലന മറിയത്തെ നമുക്ക് കാണാൻ പറ്റും. യേശുവാണേലും ഉത്ഥാനം ചെയ്തതിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ് എന്നത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവിൻ്റെ കരുണയുടെ വ്യാപ്തിയല്ലേ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മറ്റൊരു വ്യക്തിയാണ്, മറ്റൊരു മറിയമാണ്, ഈജിപ്തിലെ വിശുദ്ധ മറിയം. ഒരു കാലത്ത് ആവേശത്തോടെ പാപത്തിൽ മുഴുകിയിരുന്നവള്. പക്ഷെ അവൾക്ക് ഒരു ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പോലും പറ്റാത്ത വിധം എന്തോ ഒരു അദൃശ്യ ശക്തി അവളെ ഉന്തി മാറ്റുന്നതായിട്ട് അനുഭവപ്പെട്ടു. അവൾ അവിടെ ഇരുന്ന് കരഞ്ഞു. തൻ്റെ പാപങ്ങൾ ഓർത്ത് കരഞ്ഞ് അനുതാപത്തോടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എഴുന്നേറ്റ് ആ ദേവാലയത്തിലേക്ക് ഒന്ന് കയറാൻ നോക്കിയപ്പോൾ അവൾക്ക് കയറാൻ പറ്റി. തൻ്റെ പാപമാണ് തന്നെ ഈ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായത് എന്ന് മനസ്സിലാക്കി അവൾ ശേഷിച്ച ജീവിതം ഇന്നലകളിലെ പാപത്തിന് പരിഹാരം ചെയ്ത് ജീവിക്കാൻ തീരുമാനമെടുത്തു. ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് പോയി വ്യവസ്ഥയായിട്ട് അതിലെ നടന്ന് തൻ്റെ ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് പാപത്തിന് പരിഹാരം ചെയ്ത ഒരു വ്യക്തിയാണ് ഈജിപ്തിലെ വിശുദ്ധ മറിയം. ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ് എന്ന് വിളിച്ചു പറയുന്നതല്ലേ ഈ വ്യക്തിയുടെ ജീവിതം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ലൂക്ക 15:11 മുതൽ വായിക്കുമ്പോൾ ധൂർത്തപുത്രന്റെ ഉപമ. അവിടെയും നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണ, ദൈവം കരുണയാൽ സമ്പന്നം എന്ന യാഥാർത്ഥ്യമല്ലേ അവിടെയും വിളിച്ചു പറയുക. ആ മകൻ അത്രമാത്രം തെറ്റുകളും വീഴ്ചകളും ഒക്കെ വന്ന് നാശത്തിലേക്ക് നിബന്ധിച്ചിട്ടും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു വരാൻ തയ്യാറായപ്പോൾ അവനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന അപ്പനെ നമ്മൾ കാണുന്നു. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശുക്രിസ്തുവിലും ഇവിടെയും എല്ലാം നമ്മൾ കാണുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമുക്ക് ഈ ബൈബിൾ കഥാപാത്രങ്ങളെ, വിശുദ്ധരെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണ് എന്നാൽ കാരുണ്യവാനും. ഇതാണ് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഭാഷകൻ 5:6 വചനം വിളിച്ചു പറയുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ ദൈവം നീതിമാനാണ് എന്നാൽ കാരുണ്യവാനുമാണ്. നീതിമാനായതുകൊണ്ടാണ് നമ്മുടെ പാപത്തിന് ശിക്ഷയുള്ളത്. പക്ഷേ നമ്മൾ അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ ദൈവം തൻ്റെ കരുണയിൽ നമ്മെ വീണ്ടെടുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 2 മുതൽ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നത് ഇതേ യാഥാർത്ഥ്യമാണ്. ദൈവം നീതിമാനാണ്, അതുകൊണ്ട് നമ്മുടെ പാപത്തിന് ശിക്ഷയുണ്ട്. എന്നാൽ ആ ദൈവം കാരുണ്യവാനാണ്. അനുദപിച്ച് തൻ്റെ പക്കലേക്ക് തിരിയുന്ന ഏതൊരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടും എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 16:12 വചനവും ഈ ഒരു കോമ്പിനേഷൻ എടുത്തു കാണിക്കുന്നത് കാണാൻ പറ്റും. ദൈവം നീതിമാനാണ്, നീതിപൂർവ്വം പെരുമാറും, എന്നാൽ അവൻ കാരുണ്യവാനാണ്, അനുദപിക്കുന്നവരുടെ മേൽ കരുണ വർഷിക്കുന്ന ഒരു ദൈവമാണ്. നമുക്ക് ഏതാനും ചില വചനഭാഗങ്ങൾ ദൈവം കാരുണ്യവാനാണ് എന്ന് പലരും വിളിച്ചു പറഞ്ഞിരിക്കുന്ന വചനഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യോനാ പ്രവാചകൻ, യോനായുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വചനം, ദൈവം ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അങ്ങനെ ഒരു കോമ്പിനേഷനായിട്ടാണ് ദൈവത്തെ യോനാ പ്രവാചകൻ അവതരിപ്പിക്കുക. സങ്കീർത്തനം 69:16 വചനം, ദൈവം കാരുണ്യവാനാണ്. ഇവിടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ കാരുണ്യവാനാണ്. സങ്കീർത്തനം 103:8 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സത്ത് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുക. സങ്കീർത്തനം 145:8 വചനവും അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. 2 ദിനവൃത്താന്തം 36:15 വായിച്ചാൽ ദൈവം തൻ്റെ ജനത്തോട് കരുണ തോന്നി കൂടെ കൂടെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതെല്ലാം ദൈവത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ അടയാളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. മത്തായി 11:10 വായിച്ചാൽ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കും, അവൻ നിനക്ക്
വഴിയൊരുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം ദൈവത്തിന്റെ കരുണയുടെ മുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് 23-ന്റെ 23-ാമത്തെ വചനം, 32-ന്റെ 34-ാമത്തെ വചനം, അവിടെയും ഈ ഒരു യാഥാർത്ഥ്യം തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും, അവൻ നിനക്ക് വേണ്ടി വഴിയൊരുക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ദൈവകരുണയുടെ വ്യാപ്തിയെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില വചനങ്ങൾ നമുക്ക് എടുക്കാം. സങ്കീർത്തനം 36-ന്റെ 7-ാമത്തെ വചനം, അവിടുത്തെ കരുണ എത്ര അമൂല്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കരുണ അമൂല്യം. സങ്കീർത്തനം 89 28-ാമത്തെ വചനവും യെശയ്യാ 54-ന്റെ 10-ാമത്തെ വചനം എടുത്താൽ ദൈവത്തിന്റെ കരുണ അചഞ്ചലം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജെറമ്യാ 31 20-ാമത്തെ വചനവും പ്രഭാഷകൻ 5-ന്റെ 6-ഉം നിസ്സീമമായ കരുണയാണ് നമ്മുടെ ദൈവത്തിന്റെ കരുണ. 2 മക്കവായർ 6-ന്റെ 16-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കലും അവിടുത്തെ കരുണ പിൻവലിക്കപ്പെടില്ല. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 33 5-ാമത്തെ വചനം എടുത്താൽ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ. സങ്കീർത്തനം 103 11-ാമത്തെ വചനവും സങ്കീർത്തനം 36-ന്റെ 5 മുതൽ 7 വായിച്ചാൽ ആകാശത്തോളം ഉന്നതമാണ് ദൈവത്തിന്റെ കരുണ. അവസാനമായിട്ട് ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ജ്ഞാനത്തിന്റെ പുസ്തകം 12:13. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ അങ്ങയെപ്പോലെ കരുണയുള്ള മറ്റാരുണ്ട്? മറ്റാരെയും കരുണയുള്ളത് നമ്മുടെ ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ ഈ കരുണയുടെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നിയോഗമായിട്ട് നമ്മൾ വയ്ക്കുന്നത് എല്ലാ വിശ്വാസികളും ദൈവകരുണ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ വിശ്വാസികളെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ, അവരുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവകരുണ വർഷിക്കപ്പെടുവാൻ ഈ നൊവേനയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെന്തിനേയും ലോകത്തിന് ഇന്ന് ആവശ്യം ദൈവകരുണയാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് വെളിപ്പെടുത്തി യേശുവേ, ഞങ്ങളെയും ലോകം മുഴുവനെയും നിന്റെ കരുണയാൽ നിറയ്ക്കണമേ. നിന്നിൽ നിന്ന് കരുണ സ്വീകരിക്കാനും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ഈ നൊവേനയിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നിൻ്റെ നിയോഗങ്ങളോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അങ്ങയെ ഫലമേൽപ്പിക്കുന്നു. കാരുണ്യപൂർവം അവ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. വിശുദ്ധ ഫൗസ്റ്റീനായെ, വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഇന്നിൻ്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനാ നിയോഗത്തെയും അവിടുന്ന് പരിഗണിക്കണമേ. ദൈവമേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.